കൂട്ടൊരു സുമേഷാണ് കേട്ടോ. സുമേഷേട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുമേഷിൻ്റെ തനിച്ചുള്ള യാത്ര ഇന്ന് കൽപ്പാത്തിയിലേക്കാണ് കേട്ടോ. ലോകജനതയ്ക്ക് മുന്നിൽ മലയാളികളുടെ എടുത്തു പറയുകയാണെങ്കിൽ പാലക്കാട്ടുകാരുടെ പ്രകൃതി ലോകമെമ്പും എത്തിച്ച വർണ്ണവിസ്മയം. കൽപ്പാത്തി തീരെ ഇന്ന് രണ്ടാം ദിനമാണ്. 2024 നവംബർ 13 നമുക്കിവിടെ എത്താൻ സാധിക്കാത്തത് കാരണം ഒന്നാം തീയതിൻ്റെ വിഷ്വൽസ് എടുക്കാനായില്ല. ഏതായാലും രണ്ടാം ദിനം നമ്മളിവിടെ എത്തി നിൽക്കുകയാണ്. ഉത്സവപ്പറമ്പിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കൊപ്പം രഥോത്സവത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്കറിയാവുന്നത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുடன் സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ എന്ന് പറഞ്ഞിട്ട് എനബിളാക്കി വയ്ക്കണേ. കൽപ്പാത്തി രഥോത്സവത്തിനെ പറ്റിയും ഈ ഒരു അമ്പലത്തിനെ പറ്റിയുമൊക്കെ വിശദമായി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ കേട്ടോ. കാണാൻ മറക്കില്ല, ലിങ്ക് ഓപ്പൺ ആക്കിയാൽ മതി. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ശ്രീ പരമേശ്വരനും പത്നി ആദിപരാശക്തിയുമായ ശ്രീ പാർവതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, മന്തക്കര മഹാഗണപതി ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം തുടങ്ങിയ ഗ്രാമത്തിലെ മറ്റ് ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. പത്ത് ദിവസത്തെ ഉത്സവമായാണ് രഥോത്സവം നടക്കുന്നത്. മലയാള മാസം തുലാം മാസത്തിലാണ് നടക്കുന്നത്. ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴ നിലാനദി എന്നൊക്കെ അറിയപ്പെടുന്ന പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം. കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇന്നും നല്ല തിരക്ക് കാണുന്നുണ്ട്. ഞാൻ മുമ്പൊരിക്കലിൻ്റെ റീൽസിൽ പറഞ്ഞ പോലെ രഥോത്സവത്തിന് വന്നാൽ കാണുന്ന കാഴ്ച ദേവരഥങ്ങൾക്കാണോ അതോ രഥോത്സവം കാണാൻ വന്ന ആൺപെൺ കിടാങ്ങൾക്കാണോ എന്ന് സംശയമാകുന്ന വിധത്തിലാണ് ഓരോരുത്തരും മനോഹരമായി അണിഞ്ഞൊരുങ്ങി രഥോത്സവത്തിന് വരുന്നത്. ഏതായാലും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് രഥത്തിനടുത്തേക്ക് എത്താനായപ്പോൾ തന്നെ മഴ നല്ല അസലായി പെയ്തു. കുറച്ച് മുമ്പേ തന്നെ കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. ഏതായാലും മഴയൊന്നും അവിടെ വന്നവർക്കും നിന്നവർക്കും ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ മഴ നനഞ്ഞു കൊണ്ട് തന്നെ രഥം വലിക്കുന്ന തിരക്കിലാണ്. വലിയ വടം പിടിച്ച് വലിക്കുന്ന കാഴ്ച മനോഹരവും അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതുമാണ്. തേരിന് സ്റ്റോപ്പർ വയ്ക്കുന്ന ആളിലാണ് ദേവരഥത്തിൻ്റെ സ്റ്റിയറിംഗ്. അയാളുടെ ചെറിയൊരു അശ്രദ്ധ മതി വലിയ അപകടമുണ്ടാക്കാനായിട്ട്. രഥം തള്ളിക്കൊടുക്കാനായിട്ട് ആനയും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇവിടെ ഇത്രയും വീഡിയോ എടുക്കുമ്പോഴേക്കും എൻ്റെ മൊബൈൽ മൊത്തം നനഞ്ഞു കുതിരുന്നുണ്ട്. അടുത്ത യാത്രയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥനയാണുള്ളത്. കൽപ്പാത്തിയിലെ ഇന്നത്തെ മനോഹരമായിട്ടുള്ള സുദിനത്തോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ യാത്രക്കാരൻ ഈ സോളോ ട്രാവലർ പോവുകയാണ് കേട്ടോ. അടുത്ത യാത്രയിലെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്.